ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നമ്മുടെ ദൗത്യമാണ് ഗഗൻയാൻ. നമ്മൾ ബഹിരാകാശ രംഗത്ത് പല നേട്ടങ്ങളും ഉണ്ടാക്കുമ്പോഴും ഒരു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ദൗത്യം ഇപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു നേട്ടത്തിൻ്റെ അരികിലേക്ക് എത്തുകയാണ് ഭാരതം. ബഹിരാകാശ യാത്രയ്ക്കൊരുങ്ങുന്ന ആ വ്യക്തികളുടെ പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനന്തപുരിയിൽ വെച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 4 അംഗ സംഘമാണ് ബഹിരാകാശത്തേക്ക് കുതിക്കാൻ ഒരുങ്ങുന്നത്. ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട ആ 4 പേര്. 4 പേർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസ്ട്രോണറ്റ് ബാഡ്ജ് സമ്മാനിക്കുകയും ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട 4 പേരും വ്യോമസേന പൈലറ്റുമാരാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇസ്രോ മേധാവി എസ് സോമനാഥ്, ശാസ്ത്രജ്ഞർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പ്രഖ്യാപനം നടന്നത്. തുമ്പയിലെ നമ്മുടെ വിക്രം സാരാഭായി സ്പേസ് സെന്ററിലെത്തിയ പ്രധാനമന്ത്രി ഗഗൻയാൻ ദൗത്യത്തിന്റെ അവലോകനമൊക്കെ നടത്തി. ഗഗൻയാൻ ഇന്റഗ്രേഷൻ ഫെസിലിറ്റി സെന്ററിലാണ് പരിപാടി പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 39 ആഴ്ചകളായിട്ട് കഠിനമായ പരിശീലനത്തിലാണ് ഈ 4 അംഗ സംഘം. 2019 അവസാനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായത്. ആദ്യം 25 പേരെ തെരഞ്ഞെടുത്തു, പിന്നീട് 12 പട്ടിക ചുരുങ്ങി. ഏറ്റവും ഒടുവിലാണ് 4 പേരിലേക്ക് അത് എത്തിയിരിക്കുന്നത്. 4 പേരും റഷ്യയിൽ പോയി പരിശീലനം നടത്തിയവരാണ്. തിരിച്ചു വന്നതിന് ശേഷം അഡ്വാൻസ്ഡ് പരിശീലനം ഇന്ത്യയിൽ പുരോഗമിക്കുകയുമാണ്. ഇതിനിടയിലാണ് ബഹിരാകാശ യാത്രികരുടെ പേര് വിവരങ്ങൾ പ്രധാനമന്ത്രി പുറത്തുവിട്ടത്. ഈ 4 പേരും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി നമ്മൾ തദ്ദേശീയമായി തന്നെ നേരിട്ട് ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ പോകുന്ന 4 പേര്, ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടാൻ പോകുന്ന 4 പേര്. 2025 രണ്ടാം പകുതിയിലായിരിക്കും ഗഗൻയാൻ ദൗത്യം. വ്യോമമിത്ര എന്ന് പറയുന്ന റോബോട്ടിനെ ബഹിരാകാശത്ത് എത്തിച്ചതിന് ശേഷമായിരിക്കും മനുഷ്യനെ അയക്കുക. റോബോട്ടിനെ അയച്ച ശേഷം 2 ആളില്ലാത്ത ദൗത്യങ്ങൾ കൂടി നടത്തിയിട്ടാകും ഇന്ത്യ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള 4 പേരും ഫൈറ്റർ പൈലറ്റുമാരും ജെറ്റ് വിമാനം പറത്തുന്നവരുമാണ്. ഒരു പരിധിവരെ ഏത് സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാൻ സജ്ജരായിട്ടുള്ളവരാണ്. അത്തരം പരിശീലനം ലഭിച്ചവരാണ്. ബഹിരാകാശത്ത് എത്തുന്ന സമയത്ത് മനുഷ്യ ശരീരം സാധാരണ നിലയിലായിരിക്കില്ല പ്രതികരിക്കുക. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളോടൊക്കെ തന്നെ പൊരുതാൻ കഴിയുന്നവർക്ക് മാത്രമേ അവിടെ അതിജീവനം സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് വളരെ സമയമെടുത്ത് ഒടുവിൽ ഈ 4 പേരിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ എത്തിയിരിക്കുന്നത്. എന്തായാലും അഭിമാനകരമായൊരു പ്രഖ്യാപനം തന്നെയാണ് മോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 4 പേര്, അതിൽ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല, അങ്ങനെ 4 പേരെയാണ് ഈ ഒരു ദൗത്യത്തിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ മലയാളികൾക്കും സന്തോഷിക്കാം. കാരണം മലയാളിയായിട്ടുള്ള പാലക്കാടുകാരനായ നെന്മാറ സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും ഈ ഒരു ദൗത്യത്തിലുണ്ട് എന്നതുകൊണ്ട് മലയാളികൾക്കും ഈ ഒരു ദൗത്യത്തിൽ അഭിമാനിക്കാവുന്നതാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് മോദിയുടെ ഭാഗത്തുനിന്നുണ്ടായത്.